ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവാണ്. അപ്പോൾ അച്ഛൻ വരുന്നില്ല കേട്ടോ, കാരണം നമ്മൾ വേറൊരു കസിൻ്റെ തന്നെ എൻഗേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അവിടെയാണ് പോകുന്നത്. ബാക്കി ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാമ്മയും അച്ചാച്ചനും വല്യമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും ചേച്ചിയും കൂടി കുറച്ച് വൈകിയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ ഹാളിലെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അച്ചാമ്മേൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ അതിൻ്റെ കെട്ടതായത്. കാലിയായിട്ട് വേറൊരു അമ്പലത്തിൽ വെച്ചൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. വേറെ നല്ല സംഭവം വെച്ച് കഴിഞ്ഞിട്ട് തലവേദന ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പോകാനൊക്കെ ഒരു മൂടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വല്യമ്മ, അതുപോലെ തന്നെ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കസിൻസൊക്കെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമല്ലായിരുന്നു, അമ്മയ്ക്ക് നല്ല പോലെ തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. സംഭവം വെച്ചാൽ ഞാനും ചേച്ചിയും കൂടി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വല്യമ്മയും അതുപോലെ തന്നെ അമ്മയൊക്കെ കൂടി അച്ചാമ്മയുടെ ചേച്ചിക്കൊക്കെ വയ്യ, അപ്പോൾ അവിടെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി നേരെ പോന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും തലവേദന ഇരുന്നിട്ട് അതുകൊണ്ട് ഞാൻ പോന്നിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയിട്ട് അമ്മാവൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതായത് അച്ചാമ്മയുടെ ആങ്ങളുടെ വീടാണത്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. അത് നമ്മൾ ഹോളിൽ വന്നില്ല, ആ ഹോളിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ വണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹോളും, അതായത് ചെക്കൻ്റെ വീടും അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവരുടെ ഒപ്പം വരുന്നതാണല്ലോ നല്ലതെന്ന് എത്തിയിട്ടാണ് നമ്മൾ അങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഹോളിലേക്ക് വരാനാണ് ഏറ്റവും എളുപ്പം. നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ടായിരുന്നത്. എനർജി ഒട്ടുമില്ല കേട്ടോ. ഇപ്പുറത്ത് നോക്കിയിട്ടില്ല, നോക്കി രണ്ടുപേരും അതിലാട്ടം തന്നെ. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കൂടുതൽ ടോക്കറ്റീവ് ആയിട്ടുള്ളത് ആരാണ്? നല്ലോണം ചിരിക്കണേ. This moment will be framed forever. അങ്ങനെ ചെക്കനെയും പെണ്ണിൻ്റെയും എൻട്രി, അതുപോലെ തന്നെ കേക്ക് കട്ടിങ്, ചെറിയ ഗെയിം, ഡാൻസ്, അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് അച്ചാമ്മയുടെ അനിയത്തിയുടെയും അതുപോലെ തന്നെ അനിയൻ്റെയൊക്കെ മക്കൾമാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കല്യാണ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് ബൈ ബൈ.